ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് അപ്സര പുറത്തായിരിക്കുകയാണ്. ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിലാണ് താരത്തിൻ്റെ പുറത്താകൽ. ഈ സീസണിലെ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു അപ്സര. തുടക്കം മുതൽ തന്നെ പ്രേക്ഷകരുടെ പിന്തുണ നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. ഗെയിമിലാണെങ്കിലും ഹൗസിലെ മറ്റ് കാര്യങ്ങളിലുമെല്ലാം സജീവമായി ഇടപെട്ടിരുന്നു. എല്ലാ വിഷയത്തിലും തൻ്റേതായ അഭിപ്രായങ്ങളും താരത്തിനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അപ്സര ആക്റ്റീവ് ആയിരുന്നില്ലെന്നും വിമർശനം പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. അനൗദ്യോഗിക പോളുകളിലെല്ലാം താരം വളരെ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്സര പുറത്താകാനുള്ള സാധ്യത ഉണ്ടെന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ ആരാധകർ നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ അപ്സരയ്ക്ക് പിന്നാലെ അൻസിബ ഈ ആഴ്ച പുറത്താവുകയാണെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. അൻസിബ പുറത്താകുന്നത് സീസൺ 6-ലെ ഏറ്റവും വലിയ അട്ടിമറികളൊന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അൻസിബ ഏത് പോൾ എടുത്താലും, പ്രത്യേകിച്ചും യൂട്യൂബിലെ ഏത് പോൾ എടുത്താലും ഒരുവിധം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്ന അല്ലെങ്കിൽ ടോപ്പ് 5-ൽ എത്തേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അൻസിബ. നിലവിലത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവുകയും ജാസ്മിനെതിരെ ഗെയിം കളിക്കാൻ തയ്യാറാവുകയും ചെയ്ത ഒരു മത്സരാർത്ഥിയും അൻസിബയായിരുന്നു. അതുകൊണ്ട് തന്നെ അൻസിബ അവിടെ നിൽക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾക്കനുസരിച്ച്, ഇന്നത്തെ പ്രൊമോയിലും കാണിച്ചിരിക്കുന്ന അനുസരിച്ച്, അൻസിബ ഈ ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് സീസൺ 6-ൽ നിന്ന് പുറത്താവുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിലും അവിടെയുള്ള ലേഡി കണ്ടസ്റ്റൻറ്റിൽ ഒരുപക്ഷെ ജാസ്മിനേക്കാളും ശക്തമായി മറുപടി പറയാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു അൻസിബ. എങ്കിലും ജാസ്മിനോളം ആളുകളുടെ ഇടയിൽ ആദ്യ ദിവസം തൊട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അൻസിബയ്ക്ക് സാധിച്ചിരുന്നില്ല. അൻസിബ വാക്കുകളിലൂടെ മാത്രമാണ് പ്രതികരിച്ചിരുന്നത്. ഗെയിമുകളിലും ടാസ്കുകളിലും മൊത്തം ബിഗ് ബോസിനുള്ളിലുള്ള പ്രകടനങ്ങളിലും അവർ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതായിരിക്കാം അവരെ ഈ കാര്യം വെളിയിലേക്ക് മാറ്റാനുള്ള കാരണം. രണ്ട് മത്സരാർത്ഥികളെ ചർച്ച ചെയ്ത് ഒരാളെ നോമിനേറ്റ് ചെയ്യാനായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. നോറയെ അൻസിബയെയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്. അൻസിബയെ നോമിനേഷൻ ഇടണമെന്ന് വാദിച്ച നോറയെ ആ വാദം എതിർക്കാതെ തന്നെ അൻസിബ നോമിനേഷനിൽ വരാൻ സ്വയം തയ്യാറായി. ഒരുപക്ഷെ എതിർത്ത് നിന്ന് നോറയെ നോമിനേഷനിൽ ഇട്ടിരുന്നെങ്കിൽ നോറ പുറത്തും അൻസിബ അകത്തുമാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നും അക്കാര്യത്തിൽ അൻസിബയുടെ കണക്കൂട്ടൽ പിഴച്ചുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.